പഴയ നിയമത്തിലെ 29-ാമത്തെ പുസ്തകമാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം. 3 അധ്യായങ്ങളും 73 വാക്യങ്ങളും ഉൾപ്പെടുന്ന ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു പ്രവാചക പുസ്തകമാണ്. മനുഷ്യ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളെ വളരെ സ്പഷ്ടമായി വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ പ്രവാചക പുസ്തകം ആരംഭിക്കുന്നത്. 2-ാമത്തെ വാക്യം അതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നു, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ കാലത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു വല്ലാത്ത കാലത്തെ കുറിച്ചാണ് പ്രവാചകൻ പറയുവാൻ ശ്രമിക്കുന്നത്. ആ ഭാഗങ്ങളെല്ലാം തന്നെ പ്രവാചകൻ അത് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Things are totally bad. The circumstances and the situations in which the prophet is prophesying is totally bad. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറയുവാൻ ശ്രമിക്കുന്നത് മുഴുവൻ. അവിടെ പറയുന്നു, ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. നിങ്ങൾ കണ്ടോ? 9-ാമത്തെ വാക്യമാണ്. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. ആരാധനകൾ നിന്നുപോകുന്നതായ സാഹചര്യങ്ങൾ വീണ്ടും എഴുതുകയാണ്. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, things are totally bad. The situations and circumstances in which prophet is prophesying is not at all good. ദേവാലയത്തിലെ ആരാധനകൾ നിന്നുപോയിരിക്കുന്നു. പുരോഹിതന്മാർ ദുഃഖിച്ചു നടക്കുന്ന സാഹചര്യം. രണ്ടാമത്തെ അനുഭവത്തെ കുറിച്ച് പറയുകയാണ്. People are living in utter despair. വളരെയധികം നിരാശാജനകമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് ജനം കടന്നു പോകുന്നത്. നിരാശ. 10-ാമത്തെ വാക്യം, while
നശിച്ചു, പുതുവീഞ്ഞ വറ്റിയും എണ്ണ ക്ഷയിച്ചു പോയിരിക്കുകയാൽ ദേശം ദുഃഖിക്കുന്നു. അവിടെ നോക്കുക, എന്താ നമ്മുടെ ദേശത്തിന് സംഭവിച്ചിരിക്കുന്നത്, ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്നത്? വയൽ ശൂന്യമായി തീർന്നിരിക്കുന്നു. ശൂന്യതയുടെ അനുഭവമാണ്. വയൽ എന്നും നിറവുകളുടെ അനുഭവം നൽകേണ്ടതാണ്. കതിർമണികളും നെൽമണികളും അതുകൊണ്ട് കളപ്പുരകളും നിറയ്ക്കേണ്ട ആ നല്ല അനുഭവം. എന്നാൽ വയൽ ശൂന്യമായി തീർന്നിരിക്കുന്നു. ശൂന്യതയുടെ അനുഭവമാണ്. ധാന്യം നശിച്ചു, പുതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോകയാൽ ദേശം ദുഃഖിക്കുന്നു. People are living in utter despair. അടുത്ത ഭാഗം വായിക്കുമ്പോൾ the difficult days, problems after problems, crisis after crisis, problems after problems, crisis after crisis, the difficult days. എന്താണ്? അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്തിരി വള്ളി വാടി, അത്തവൃക്ഷം ഉണങ്ങി, ബാധകം, ഈന്തപ്പന, നാരകം മുതലായ പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം മനുഷ്യനെ വിട്ടുപോയിരിക്കുന്നു. Joy of mankind is withered. Difficult days, problems after problems, crisis after crisis. മുന്തിരി വള്ളി വാടിപ്പോകുക, അത്തവൃക്ഷം ഉണങ്ങിപ്പോകുക, മാതളവും ഈന്തപ്പനയും നാരകവും ഇതെല്ലാം ഉണങ്ങിപ്പോകുക. സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ഒന്നും ഫലം നൽകുന്നില്ല. Difficult days. ഇനി അടുത്ത ഭാഗത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. ഇനിയും നാലാമത്തെ അനുഭവത്തെ കുറിച്ച് പറയുന്നു. A sense of emptiness, a sense of uncertainty, a sense of disaster. അതാണ് ജനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. A sense of emptiness, a sense of disaster, a sense of uncertainty. ജീവിതം അനിശ്ചിതത്വം നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ.
ജീവിതം അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നു പോവുക. ഒന്നും ശരിയാകുന്നില്ല. അതാണ് അടുത്ത അനുഭവത്തെ കുറിച്ച് പറയുന്നത്. അതിന്റെ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. വിത്തിൽ നിന്ന് മുള പൊട്ടി പുറപ്പെടേണ്ടത് ആവശ്യമാണ്. അതിൽ നിന്ന് പുതിയ നാമ്പുകൾ രൂപപ്പെടേണ്ടതാണ്. പക്ഷെ സംഭവിക്കുന്നതോ വിത്തുകൾ കെട്ടുപോകുന്ന സാഹചര്യം. ധാന്യം കരിഞ്ഞു പോയിരിക്കുകയാൽ പാണ്ഡികശാലകൾ ശൂന്യമായിരിക്കുന്നു. കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നു. A kind of disaster. തകർന്ന് തരിപ്പണമാകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കാണുവാൻ കഴിയുന്നത് there is no ray of hope, no happiness leavening people and animals as well. ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും ജനത്തിനില്ല. എല്ലാവരും വിലപിക്കുകയാണ്. ജനം മാത്രമല്ല, മൃഗങ്ങളും വിലപിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ 18ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലില്ലായതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ഡം അനുഭവിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജാലിക്കും ഇരയായി തീർന്നുവല്ലോ. നീർത്തോടുകൾ വറ്റിപ്പോവുകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്ക് ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് വയലിലെ മൃഗങ്ങളും നിന്നെ നോക്കി കിഴയ്ക്കുന്നു. There is no ray of hope, no happiness. People are lamenting. The animals are lamenting. No ray of hope. ഒരു പ്രതീക്ഷയുമില്ല. എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന ഒരു തോന്നലാണ് എല്ലാവർക്കും. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്ക് പോലും അപ്രകാരമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. This is the reality of the people. അവർ കടന്നുപോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു വിടുതൽ വേണ്ടേ? അതുകൊണ്ട് യഹോവയായ ദൈവം പ്രവാചകനിലൂടെ ജനത്തെ അറിയിക്കുകയാണ്, ഇപ്പോഴെങ്കിലും, അതായത് these
is the reality of your life. ഇപ്പോഴെങ്കിലും നീ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരികെ വരുവീൻ എന്നരുളി ചെയ്യുന്നു. Come back to me. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് മടങ്ങി വരിക. Come back. Come back to the sweet fellowship of the Almighty God. ആ ദൈവ അനുഭവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഈ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ദൈവം ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ചും ഈ യോവേൽ പ്രവാചകൻ പറയുന്നുണ്ട്. നിന്റെ ദൈവം ആരാണ്? Who is your God? നീ ആരുടെ അടുത്തേക്കാണ് മടങ്ങി വരേണ്ടത്? നിന്റെ ദൈവം ആരാണ്? അതാണ് ഇന്ന് പാഠഭാഗമായി വായിച്ചത്. 21 വാക്യം മുതൽ 2 അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ. അവിടെയാണ് പ്രവാചകൻ പറയുവാൻ ശ്രമിക്കുന്നത്, നീ ആരുടെ അടുത്തേക്കാണ് മടങ്ങി വരേണ്ടത്? നിന്റെ ദൈവം ആരാണ്? Who is your God? അവിടെ ഒന്നാമതായി പറയുവാൻ ശ്രമിക്കുന്നത്, our God is doing great things in our life in His own way, which no one can comprehend by reason. യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവം, മനുഷ്യ ബുദ്ധിക്കും മനുഷ്യ യുക്തിക്കും ഒക്കെ അതീതമായി പ്രവർത്തിക്കുന്ന ദൈവം അവന്റെ പ്രത്യേകമായ വഴികളിലൂടെ പ്രവാചകൻ പറയുവാൻ ശ്രമിക്കുന്ന ദൈവത്തിന്റെ അനുഭവമാണ്. To whom you are to come back. എന്റെ ദൈവം ആരാണ്? Our God is a God who is doing mighty things in our life in His own way, which was not able to comprehend by human reasons. അതാ സംഭവിക്കുന്നത്. നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞതും അത് തന്നെയാണ്. കഴിഞ്ഞ 18 സംവത്സരമായി ഒട്ടും നിലവാൻ കഴിയാത്ത ആ കൂനിയായ സ്ത്രീ, unimportant, unaccepted, unrecognized, not having any value at all, a dejected person, a rejected person. അവൾ ആരാധനയിൽ ഇരുന്നപ്പോൾ അവളെ നടുവിലേക്ക് വിളിച്ച്, അവന്റെ അടുക്കലേക്ക് വിളിച്ച്
അവളുടെ മേൽ കൈവച്ച് അവളെ സൗഖ്യപ്പെടുത്തിയ, ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ പ്രവർത്തനം മനുഷ്യബുദ്ധിക്കും മനുഷ്യയുക്തിക്കും ഒക്കെ അതീതമാണ്. ഒരു വലിയ പുരുഷാരം അവനോട് കൂടിയുണ്ട്. അവൻ പ്രഭാതം മുതൽ സന്ധ്യ വരെ അവരോട് കൂടെയാണ്. ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരം കൊടുക്കണം. ആ മരുഭൂമിയിൽ എവിടെയാണ് അവർക്ക് ആഹാരം ലഭിക്കുക? It is not at all possible to get food at that place. അങ്ങനെ ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും വലിയ ജനത്തിന് എങ്ങനെ അത് കൊടുക്കുവാൻ കഴിയും? പ്രയാസമാണ്. അഞ്ചപ്പവും 2 മീനും കർത്താവ് അതെടുത്ത് ഉയരങ്ങളിലേക്ക് ഉയർത്തി, വാഴ്ത്തി, നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം. എനിക്ക് ആ ഭാഗത്തിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. ഇത് സംഭവിക്കുന്നത് മരുഭൂമിയിലാണ്. എന്നാൽ യേശു അവരെ ഇരുത്തുന്നത് പച്ചപ്പുറത്താണ്. നിങ്ങൾ ആ വേദപുസ്തകം വായിക്കണം. മരുഭൂമിയിലാണ്, നിർജ്ജന പ്രദേശത്താണ്. ഒരു പുല്ല് പോലും വളരാത്ത ആ നിർജ്ജന പ്രദേശത്ത്, ആ മരുഭൂമിയുടെ അനുഭവത്തിൽ യേശു കൽപ്പിക്കുന്നത് പച്ചപ്പുൽപ്പുറങ്ങളിൽ ഇരിക്കാനാണ് അവരോട് പറയുന്നത്. അവരെ പച്ചപ്പുൽപ്പുറത്തിരുത്തി. അവിടെ ഒരു ദൈവിക സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടും നിർജ്ജന പ്രദേശങ്ങൾക്കും മരുഭൂമികൾക്കും തുല്യമായി ഉഷ്ണ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് വേണ്ടി പച്ചപ്പുൽപ്പുറങ്ങൾ ഒരുക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചപ്പവും 2 മീനും അവൻ കരങ്ങളിൽ എടുത്തുയർത്തി, വാഴ്ത്തി, നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ആയിരുന്നവർക്കെല്ലാം കൊടുത്തു. തിന്നവർ 5000 പുരുഷന്മാരാണ്. സ്ത്രീകൾ വേറെയില്ലേ? കുഞ്ഞുകുട്ടികൾ വേറെയില്ലേ? അവരെ ആരെയും കൗണ്ട് ചെയ്തില്ല. എന്നിട്ടും 12 കൊണ്ട ബാക്കി നിറച്ചെടുത്തു. ഇതാ മനുഷ്യന്റെ ബുദ്ധിക്കും മനുഷ്യന്റെ യുക്തിക്കും കണക്ക് കൂട്ടുവാൻ കഴിയുന്നതിനധികമായി ദൈവം അതിശയകരമായി പ്രവർത്തിക്കുന്നവനാണ്. Our God is a mighty God. He does the great things in our life which no human reason can comprehend. അതായത് സൃഷ്ടിതാവ് സൃഷ്ടിയെ തൊടുമ്പോൾ
അവിടെ നിന്നും രൂപപ്പെടുന്ന unbelievable possibilities. When the Creator touched the creation, the unbelievable possibilities. അതാണ് സംഭവിച്ചത്. സൃഷ്ടിതാവ് സൃഷ്ടിയെ തൊടുമ്പോൾ ലഭിക്കുന്നതായ ആ അനുഗ്രഹങ്ങളുടെ അനുഭവമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും, കൂലിയായ സ്ത്രീയെ തന്റെ അടുക്കലേക്ക് വിളിച്ച് അവൻ അവളുടെ മേൽ കൈവച്ചു. ക്ഷണത്തിൽ അവൻ നിവർന്നു നിന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അതാണ് 21-ാമത്തെ വാക്യത്തിൽ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. Who is your God? വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. രണ്ടാമത്, our God will restore the things that you lost years, lost happiness, lost blessings. നമ്മുടെ കർത്താവിന്റെ സ്വഭാവമാണ്. Our God will restore the things that you lost, the lost years, lost happiness, lost blessings. നഷ്ടവസന്തങ്ങളെ തിരികെ തരുന്നവരാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമത്സരങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ, ഇവയൊക്കെ തിരികെ തരുവാൻ ശക്തനാണ് അവൻ. നിങ്ങൾ നോക്കുക, അവിടെ പറയുന്നു, അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമാകുന്ന വർഷം പെയ്യിപ്പിച്ചു തരുന്നു. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ സൈന്യമായ വെട്ടുക്കിളിയും വെട്ടിലും തുള്ളലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. എന്റെ ദൈവമാണ്. ഉത്തരം അവിടെയുണ്ട്. എന്റെ നഷ്ടവസന്തങ്ങളെ തിരികെ തരുന്നവനാണ്. എന്റെ സന്തോഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങൾ, എനിക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ, ഇവയൊക്കെ അവൻ തിരികെ തരുന്നവനാണ്. പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ അനുഭവങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതും ഈ ഒരു വലിയ അനുഭവമാണ്. ജീവിതത്തിന് നഷ്ടപ്പെട്ടു പോയ വസന്തങ്ങൾ അത് തിരികെ തരുവാൻ തക്കവണ്ണം ശക്തനാണ് നമ്മുടെ ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു,
ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പാർത്തിന് വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാണ്. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നദിയിൽ കൂടി കടന്നാൽ അവൻ നിന്റെ മീതെ കവിയുകയില്ല, തീയിൽ കൂടി കിടന്നാൽ നീ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആരോടാ പറയുന്നത്? യാക്കോബിനോടാണ്. സ്വന്തം ഭവനം വിട്ടോടിപ്പോകുന്ന യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ ആ യാക്കോബിന്റെ ദയനീയ അവസ്ഥയാണ്. യേശാവ് അത് യാക്കോബ് ചെയ്യുന്നതിന്റെ പ്രതിഫലനമാണ്. അമ്മ മനസ്സിലാക്കി യേശാവ് യാക്കോബിനെ നിഗ്രഹിച്ചു കളയും. കാരണം അവൻ ജ്യേഷ്ഠാവകാശം സ്വന്തമാക്കി, പിതാവിന്റെ അനുഗ്രഹവും അവൻ സ്വന്തമാക്കി. എല്ലാം ചതിയിലൂടെ, വഞ്ചനയിലൂടെ. കോപിഷ്ഠനായ യേശുവാണ് യാക്കോബിനെ നിഗ്രഹിക്കുമെന്നറിയാം. ഉടനെ യാക്കോബിനെ തന്റെ സഹോദരനായ ലാബാന്റെ ഭവനത്തിലേക്ക് വിടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ യാത്ര യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ യാത്രയായിരുന്നു. തന്റെ സ്വന്തം പിതാവിനെയും മാതാവിനെയും വിട്ടോടിപ്പോകേണ്ട സാഹചര്യം. താൻ ജനിച്ചു വളർന്ന ആ മണ്ണിനോട് യാത്ര പറഞ്ഞു പോകേണ്ടി വരുന്ന സാഹചര്യം. വാത്സല്യത്തോടെ തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിച്ച അമ്മയുടെ വാത്സല്യം നഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ. അവനൊറ്റയ്ക്ക് യാത്രയാവുകയാണ്. He was alone. He was alone in that journey. And that journey was difficult. Very difficult. ദൂരം സഞ്ചരിക്കുകയാണ്. സന്ധ്യയായി. എവിടെയാണ് കിടന്നുറങ്ങുക? പകൽ നേരത്തെ യാത്ര അതികഠിനമായിരുന്നു. ഭക്ഷണമുണ്ടോ എന്നറിയില്ല, കുടിക്കാൻ വെള്ളമുണ്ടോ എന്നും അറിയില്ല. പക്ഷേ അവന്റെ യാത്ര ആ സന്ധ്യയോടടുത്തു. എവിടെയാണെന്ന് വിശ്രമിക്കുക? കഴിഞ്ഞ രാത്രിയിൽ അവൻ ഉറങ്ങിയപ്പോൾ അമ്മ വിരിച്ചൊരുക്കി കൊടുത്ത മെത്തയും അവന്റെ തലയണയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നുമില്ല. ഒരു പരിവരുത്ത അവിടെ കിടന്നാൽ ആ പാറക്കല്ലുകളുടെ ആ പരിവരുത്ത അനുഭവങ്ങൾ അതവന്റെ ശരീരത്തെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകും. വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഒരു തലയണയില്ല. തലയണയ്ക്ക് വേണ്ടി അവനൊരു കല്ലെടുത്ത് വെക്കുകയാണ്. എന്നിട്ടും അവൻ ഉറങ്ങി. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അത്രത്തോളമായിരുന്നു അവന്റെ ശാരീരിക ക്ഷീണവും മാനസിക ക്ഷീണവും. അവന് കിടന്നുറങ്ങുവാൻ പറ്റാത്ത ആ പ്രതലം
ഇതുവരെ അമ്മ വിളിച്ചൊരുക്കി കൊടുത്ത മെത്തപ്പുറത്ത് കിടന്നവൻ, നല്ല തലയിണ വെച്ചുറങ്ങിയവൻ, ഇന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒറ്റയ്ക്ക് ആ രാത്രി തനിച്ചായിരിക്കുന്ന അനുഭവമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, യാക്കോബേ, നീ നിന്റെ സഹോദരനെ വഞ്ചിച്ചുവെങ്കിലും, നീ നിന്റെ പിതാവിനെ ചതിച്ചുവെങ്കിലും, നീ പോകുന്ന ഈ ഓട്ടം അത് കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വായിച്ചു നിർത്തിയത്. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവരാണ്. ആ രാത്രി അവൻ കിടന്നുറങ്ങിയപ്പോൾ അവൻ കാണുന്ന സ്വപ്നം ഒരു വലിയ കോവേണിയും അത് ഭൂമിയും ആകാശവും സ്വർഗവും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ദൈവദൂതന്മാർ കയറി ഇറങ്ങുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഉയരത്തിൽ, അതിൻ്റെ മധ്യത്തിൽ ദൈവം ഉണ്ടായിരുന്നു എന്നാണ് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ പോകുന്ന യാത്രയിൽ ഞാൻ നിന്നോട് കൂടിയിരിക്കുമെന്നും ഞാൻ നിന്നെ ഈ ദേശത്തേക്ക് മടക്കി വരുത്തുമെന്നും ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നും നിന്നിലൂടെ സകല ജനവും അനുഗ്രഹിക്കപ്പെടുമെന്നുമുള്ള ഒരു വലിയ വാഗ്ദത്തം അവന് ലഭിക്കുകയാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പിന്നീടുള്ള യാക്കോബിന്റെ ജീവിതങ്ങൾ എത്ര ദുരിതം പിടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വേദപുസ്തകത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും പരാജയങ്ങളുടെ അറ്റം കണ്ടവരാണ്, ഏകാന്തതകളുടെ അറ്റം കണ്ടവരാണ്, ജീവിതത്തിന്റെ ദുർഘടങ്ങളുടെ അറ്റം കണ്ടവരാണ്. ആരുപോലുമില്ലാതെ ഒറ്റയ്ക്ക് ആ രാത്രിയിൽ തനിച്ചാകുന്ന യാക്കോബ്. പിന്നീട് നമുക്കറിയാം അവന്റെ യാത്ര. പക്ഷേ ജീവിതത്തിന്റെ അവസാന അനുഭവങ്ങളിലേക്ക് വരുമ്പോഴും എത്ര സംതൃപ്തിയോടുകൂടിയാണ് അവൻ ജീവിതത്തെ കാണുന്നത്. ഇതുവരെ എന്നെ നടത്തിയ ദൈവം, ഇതുവരെ എന്നെ നടത്തിയ ദൈവം. അങ്ങനെയാ യാക്കോബ് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിത യാത്രകളിൽ നാം ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ടാകാം, നാം വേദനപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ടാകാം, ജീവിതത്തിന്റെ ദുർഘടങ്ങളും നഷ്ടങ്ങളും നാം പേറുന്നവരാകാം. എന്നാൽ ഇതിന്റെ മധ്യേ ദൈവമുണ്ട്. യാക്കോബ് പറയുകയാണ്, ഈ സ്ഥലം അത് ദൈവത്തിന്റെ ഭവനമാണ്, ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയുവാൻ തക്കവണ്ണം അവനെ സാധ്യമാക്കുന്ന ജീവിത അനുഭവങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിലെ നഷ്ടങ്ങളെ
തിരികെ കൊടുക്കുന്ന ദൈവത്തിന്റെ അനുഭവങ്ങൾ എത്ര സന്തോഷദായകമാണ്. ആ യാക്കോബിന്റെ മകനാണ് യോസഫ്. യോസഫിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുക. 17-ാമത്തെ വയസ്സിൽ പിതാവ് മക്കളുടെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പറഞ്ഞയച്ചതാണ്. എന്നാൽ അവരുടെ മനസ്സിലെ ദുഷ്ടത, അവരുടെ മനസ്സിലെ വെറുപ്പ്, അവരുടെ മനസ്സിലെ അസൂയ, അതെല്ലാം കൊണ്ട് അവനെ പട്ടക്കിണറ്റിലേക്ക് വലിച്ചു. പക്ഷേ അവിടെ നിന്നും അവനെ കയറ്റിയ ഒരു ദൈവം. മിസ്രയീമിലെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. പോത്തിഫറിന്റെ ഭവനത്തിലേക്ക് അവിടെ അവൻ അനുഭവിക്കുന്നത് കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളാണ്. താൻ ചെയ്യരുതാത്ത കുറ്റത്തിന് അവൻ ശിക്ഷിക്കപ്പെടുന്ന അനുഭവമാണ്. വീണ്ടും ആ രാജാവിന്റെ മുൻപിൽ നിൽക്കാനുള്ള അവസരം ലഭിക്കുന്നത് വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17-ാമത്തെ വയസ്സിലാണ് അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതെങ്കിൽ അവന് രാജാവിന്റെ മുൻപിൽ നിൽക്കുവാനുള്ള അവസരം പിന്നീട് ലഭിക്കുന്നത് ആ കാരാഗ്രഹത്തിൽ നിന്നും 30-ാമത്തെ വയസ്സിലാണ്. കഴിഞ്ഞ 13 സംവത്സരക്കാലത്തെ ജീവിതം അവന് നഷ്ടപ്പെട്ടതല്ലേ? ആ കഴിഞ്ഞ 13 സംവത്സരക്കാലത്തെ ജീവിതത്തിന്റെ ധന്യതകൾ വിലയേറിയതല്ലേ? എന്നാൽ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം നടത്തിയ വഴികൾ 110-ാമത്തെ വയസ്സ് വരെ എത്ര അതിശയകരമായി അവന്റെ ജീവിതത്തെ നടത്തുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, it won't be able to comprehend by the human reasons. അവൻ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെയും നഷ്ടപ്പെട്ടു പോയ എല്ലാ സാധ്യതകളെയും നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഭവങ്ങൾക്കും പകരം തിരിച്ചു തരുന്നവരാണ്. എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളി, വെട്ടിലും തുള്ളിലും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. Our God will restore the things that we lost, the lost years, the lost happiness, the lost blessings. ഇതൊക്കെ തിരികെ തരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മൂന്നാമത്, എന്റെ ദൈവം ആരാണ്? ഇവിടെ പ്രവാചകൻ തന്റെ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. Who is our God? നമ്മുടെ ദൈവം ആരാണ്? Our God will liberate and He will redeem us from all our pain and sufferings, and will not put our life under shame. അവൻ നമ്മളെ വിടുവിക്കുന്നവനാണ്, അവൻ നമ്മളെ രക്ഷിക്കുന്നവനാണ്, അവൻ നമ്മളെ വീണ്ടെടുക്കുന്നവനാണ്, അവൻ നമ്മളെ ലജ്ജിപ്പിക്കാത്തവനാണ്. He will not put our life under shame. അവൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ലജ്ജിപ്പിക്കില്ല. അതല്ലേ ഇവിടെ പറയുന്നത്? എന്റെ ജനം ഒരു നാളും
ലജ്ജിച്ചു പോവുകയില്ല. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. കാരണം I will redeem and I will liberate and I will uphold you and he will uphold our life too. നമ്മുടെ ജീവിതത്തെയും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതല്ലേ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പാർട്ടിയെ വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവനാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം നാം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും ശക്തനായ പ്രവാചകനാണ് ഏലിയാ. ഏലിയാ പ്രവാചകന്റെ ഏറ്റവും ദുരന്തമായ ഒരു അനുഭവമാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. രാജ്യം മുഴുവൻ വളർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ കാക്കയിലൂടെ അപ്പവും ഇറച്ചിയും അവരെ ലഭ്യമാക്കി. കേരിത്തോട്ട് അവിടെയും നീരുകളുണ്ടായിരുന്നു. രാജ്യം മുഴുവൻ വളർച്ചയുടെ അനുഭവത്തിലാണ്. പക്ഷേ he was very well secured. കേരിത്തോട് കാക്കയിൽ നിന്ന് അപ്പവും ഇറച്ചിയും. So everything was provided and he experienced the mighty fellowship of the Almighty God and he experienced the security of the Almighty God. അവിടെ നിന്ന് സെറാഫത്തിലെ വിധവയുടെ ഭവനത്തിലേക്കാണ്. അവിടെയും ചെന്നപ്പോൾ അവൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല. അവിടെ ദുരിതത്തിന്റെ കയത്തിൽ നിൽക്കുന്ന ഒരു ഭവനം, ഒരു തുരുത്തി, ഇത്തിരി മാവും, തുരുത്തിയിൽ ഇത്തിരി മാവും ഇത്തിരി എണ്ണയും മാത്രം. അതാണ് അവിടെയുള്ള റിസോഴ്സസ്. പറഞ്ഞു, ഞാനും എൻ്റെ മകനും കൂടി ഇന്ന് ഈ മാവ് കൊണ്ട് അപ്പമുണ്ടാക്കി ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചറിഞ്ഞു. കർമ്മൽ പർവ്വതത്തിലും അങ്ങനെ തന്നെ പ്രവാചകന്മാരും അശൂര പ്രവാചകന്മാരും ഒക്കെ നിൽക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പ്രതീകമായി അവൻ മാത്രമേ ഉള്ളൂ. He was around there, but he won the victory. ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവനൊരു ജയമുണ്ട്. അങ്ങനെ വിജയശ്രാന്തനായി നിൽക്കുന്ന ഏലിയാവിന് ആഹാബ് രാജാവിന്റെ ഭക്തിയായ ഇസബെല്ല ഒരു മെസ്സേജ് കൊടുത്തയച്ചു. നാളെ ഈ നേരമാകുമ്പോൾ പട്ടുമായ പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ ഞാൻ നിന്നെ ആക്കുന്നില്ല എങ്കിൽ ദൈവം എന്നോട് പകരം ചെയ്യുമാറാകട്ടെ. ഇത് കേട്ടപ്പോൾ ഏലിയാവ് ഭയന്നുപോയി. അവൻ ആ കർമ്മേൽ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഒരു ദാസനുമുണ്ട്. ശൂർ മരുഭൂമിയിലെത്തിയപ്പോൾ ആ ദാസനെ അവിടെ നിർത്തി. ആ ശൂർ മരുഭൂമിയിൽ ഒരു ദിവസം വഴി നടന്നു. എന്നിട്ട് ക്ഷീണിച്ച് തളർന്ന് ഒരു ചൂട്
വിദൂര ചെടിയുടെ തണലിൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഓ Lord, you take away my life. I am not better than my ancestors. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. നീ എൻ്റെ ജീവനെ അങ്ങ് എടുത്തോളണം. Coming to a point of suicide. ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. അവർ എൻ്റെ കാലുകൾക്ക് വല വിരിച്ചിരിക്കുന്നു. പക്ഷേ ദൈവം അവനെ രക്ഷിച്ചതാണ്, അവനെ വീണ്ടെടുത്തതാണ്. അവന്റെ ജീവിതത്തിന്റെ സഹായതയിൽ മനസ്സിലാക്കുന്ന ഏലിയാവിനെ പോലെ വളരെ ശക്തനായ പ്രവാചകനാണ്. A person who experienced the security of the Almighty God become insecure. A person who experienced the power of the Almighty God become powerless. A person who experienced the fellowship of the Almighty God become lonely. A person who experienced the life fulfillment become frustrated and disappointed. പ്രാർത്ഥിച്ചു, O Lord, you take away my life. I am not better than my ancestors. എന്റെ ജീവനെ എടുക്കുന്നതാണ്. പക്ഷെ പിന്നീട് കാണാൻ കഴിയുന്നത്, നിങ്ങൾ അങ്ങനെ ഭാഗത്ത് വീട്ടിൽ പോയി വായിക്കണല്ലോ മക്കളെ, അത് നമ്മുടെ ജീവിതത്തിന് ധൈര്യവും പ്രത്യാശയും ബലവും നൽകുന്ന ഒരു ഭാഗമാണ്. അവനെ അവിടെ വിട്ടിട്ട് പോയില്ല ദൈവം. ദൈവത്തിന്റെ ദൂതൻ അവന്റെ അടുക്കൽ വന്നു, അവനെ ഒന്ന് സ്പർശിച്ചു, അവനെ തൊട്ടു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുറ്റാൻ ഒരു തിളക്കവും കണ്ടു. ആ മരുഭൂമിയിലെ യാത്രയിലെ അവൻ തിന്നു കുടിച്ചു വീണ്ടും കിടന്നുറങ്ങി. എന്നാൽ ഞാൻ വീണ്ടും പറയാൻ ശ്രമിക്കുന്നത്, അവിടെയും അവൻ പരാജിതനായി. പക്ഷേ നമ്മുടെ ദൈവം, He is a God of second touch too. അവൻ വീണ്ടും സ്പർശിക്കുന്നവനാണ്. ഒരു സ്പർശനം കൊടുത്തിട്ട് അവൻ തിരികെ പോവുകയല്ല, അവൻ വീണ്ടും സ്പർശിക്കുകയാണ്. അവൻ ഉണർന്നു. അപ്പോൾ വെള്ളവും വീഞ്ഞും കുടിച്ചു. അതിന്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും നടന്ന ദൈവത്തിന്റെ പർവ്വതമായി ഓരോ എത്തി. അവിടെ ഒരു ഗുഹയിൽ കടന്നു. അവിടെ അവന്റെ ജീവിതത്തെ ആ ഗുഹയിൽ ഒതുക്കുകയാണ്. അപ്പോൾ യഹോവയായ ദൈവം അവനോട്, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? You are not supposed to be here. നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഈ ഗുഹയിൽ ഇരിക്കേണ്ടവനല്ല. നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോൾ പിന്നെ കാണുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? The Almighty God has given an assignment to consecrate the kings and anoint a prophet. ഹസായേലിനെ ആരാമിന് രാജാവാക്കണം, യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി നീ വാഴിക്കണം.
എലീശായെ നിനക്ക് പകരം പ്രവാചകനാക്കണം. എന്തെല്ലാം നിയോഗങ്ങളാണ്! ഈ നിയോഗങ്ങളുള്ളവനാണ് ആ ഗുഹയിൽ കടന്ന് തന്റെ അന്ത്യം കഴിപ്പാൻ തയ്യാറാകുന്നത്. ചോരൻ ചെടിയുടെ തണലിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ചവനെ ഒന്ന് തട്ടി, രണ്ട് തട്ടി ഉണർത്തി വീണ്ടും ദൈവത്തിന്റെ പർവ്വതമായ മോരെയോളം അയച്ചപ്പോൾ അവൻ ഹോരേ പർവ്വതത്തിലെ ഗുഹയിൽ കയറിയിരിക്കുകയാണ്. ദൈവം ചോദിക്കുന്നു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? You are not supposed to be here. I have assigned you to consecrate and to anoint the kings and the prophets. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന്, നമ്മുടെ വേദനകളിൽ നിന്ന്, നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവനാണ്. നിരാശപ്പെട്ടു പോകേണ്ട. പ്രിയ ദൈവജനമേ, ഈ ഒരു യാത്രയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അവസാനമായി ഇങ്ങനെയാണ് പറയുന്നത്: In our journey on this earth, we are not alone. Our God will stand in the midst of our problems, in the midst of our crisis, in the midst of our troubles and turmoils. ഇവിടെ നോക്ക് പറയുന്നു, അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഞാൻ എവിടെയുണ്ടെന്നാ പറയുന്നത്? ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. I am in your midst. ഇസ്രായേലിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നു. അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഇവിടെയാണ് യോബിൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ മടങ്ങി വരിക. Come back. Because we have a God. ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ ജീവിതത്തിന്റെ നടുവിൽ നിൽക്കുന്നവനാണ്, പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നവരാണ്. He is a God who will stand with us in the midst of our problems, our crisis, our troubles and turmoils. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതയാത്രകളിൽ ഈ ഒരു വലിയ ദിശാബോധം ഉണ്ടാകണം. നടുവിൽ നിൽക്കുന്ന ഒരു ദൈവം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ, 19-20 വാക്യങ്ങളുണ്ട്. അവിടെ ഇങ്ങനെയാണ്: ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. അത് കണ്ടിട്ട് അവർ സന്തോഷിച്ചു. ശിഷ്യന്മാർ അവർ വളരെ ആകുലതയുള്ളവരാണ്. ജീവിതം ഇനിയും മുൻപോട്ട് പോയാൽ ക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെ ഞങ്ങളെയും ക്രൂശിക്കും. We are not ready to go out of this room, and this room is giving a security, and that will also a temporary security.
ശാശ്വതമായ ഒരു സുരക്ഷിതത്വമല്ല. അതുകൊണ്ട് അവർ ആ വാതിൽ അടച്ചു. നീ വാതിൽ അടയ്ക്കുമ്പോഴും ആ വാതിൽ തുറന്ന് നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ നിൽക്കാൻ കടന്നു വരുന്നവരാണ് ക്രിസ്തു. He will stand. He will stand in the midst of our problems and crises. അത് കണ്ടിട്ട് അവർ സന്തോഷിച്ചു. കയ്യും വിലാപ്പുറവും കാണിക്കുക. എന്താ അതിന്റെ അർത്ഥം? The wounds of Jesus reminds us that He is ready to experience again and again the wounds for you. നിനക്ക് വേണ്ടി ഞാൻ വീണ്ടും മുറിവുകളേക്കാൻ തയ്യാറാണ്. This is not the end of my wounds. നിനക്ക് വേണ്ടിയും ഞാൻ മുറിവുകളേക്കാം. അത് കണ്ടിട്ട് അവർ സന്തോഷിച്ചു. നമ്മളെ വീണ്ടെടുക്കുന്നവൻ, നമ്മളെ രക്ഷിക്കുന്നവൻ, നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നവൻ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച എന്റെ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ കടന്നുപോയ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും എന്റെ കർത്താവ് കൂടി ഉണ്ടായിരുന്നു. ഒരനുഭവം കൂടി പറഞ്ഞു നിർത്താം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജന്മദേശം, ഞാൻ ജനിച്ചത് നേർന്നതാണ്. 1 മുതൽ 3 വരെയുള്ള ക്ലാസ്സുകളിൽ നേരണം യെരൂശലേം മാർത്തോമാ പള്ളിയുടെ പള്ളിക്കൂടത്തിലാണ് പഠിച്ചത്. അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞ് അതേ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ ലഭിച്ചു. It is because of His grace, His mercy, His kindness, not because of my merit, not because of the merit of my parents. It is because of His mercy, His kindness. എല്ലാ വർഷവും 2 മാസം ഞങ്ങൾ കൊച്ചിയിലാണ് താമസിക്കുക. കാരണം അച്ചായൻ ഞങ്ങളെ എല്ലാവരെയും ഈ സ്കൂൾ മധ്യവേനൽ അവധി സമയം 2 മാസം ഞങ്ങളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. അന്ന് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് ഏറ്റവും സുഖകരമായ യാത്ര എന്തെന്ന് ചോദിച്ചാൽ, എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ചെങ്ങന്നൂരിലേക്കുള്ള ഒരു ബോട്ടുണ്ട്. അപ്പോൾ എറണാകുളത്ത് നിന്ന് വിട്ട് മട്ടാഞ്ചേരിയിൽ വന്ന് പിന്നെയുള്ള യാത്രയാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്ന് ബോട്ടിൽ കയറാം. അതുപോലെ ചെങ്ങന്നൂരിൽ നിന്ന് വിടുന്ന ആ ബോട്ട് പുളിക്കീഴ് കടവ് വഴിയാണ് പിന്നെ മട്ടാഞ്ചേരി എറണാകുളത്തേക്ക് വരുന്നത്. അപ്പോൾ പുളിക്കീഴ് കടവിൽ നിന്നാണ് ഞങ്ങൾ ആ ബോട്ടിൽ കയറുന്നത്. ആ ബോട്ട് തന്നെ ഒരു വലിയ ബോട്ടാണ്. അതിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഈ മലഞ്ചരക്കുകളുള്ള സാധനങ്ങളെല്ലാം എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നത്, മട്ടാഞ്ചേരിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അത് തിരികെ വരുമ്പോൾ ഈ ദേശത്തിന് ആവശ്യമായ സിമെന്റും കമ്പിയും എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ അതിലാണ് വരുന്നത്. എന്നാൽ യാത്ര ചെയ്യുന്നവർ ഒരു രാത്രിയാണ്, മുഴുവൻ ഒരു രാത്രിയാണ് അതിന്റെ യാത്ര. ചെങ്ങന്നൂരിൽ നിന്ന് 5 മണിക്ക് വിടും. 6:15 പുളിക്കീഴ് കടവിൽ വരും. അന്ന് ആ വർഷം
എനിക്ക് 6 വയസ്സ് പ്രായം. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അച്ഛൻ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അന്ന് ഞങ്ങളെല്ലാവരും തയ്യാറായി. വൈകിട്ട് അത്താഴം കഴിക്കണം. അതെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. കൃത്യം 6:15 പോട്ട് വന്നു. പുടുക്കിക്കടവിൽ നിന്ന് ഞങ്ങളെല്ലാവരും കയറി. ഏകദേശം 8:30 മണിയായപ്പോൾ ഭക്ഷണം കഴിച്ചു. സഞ്ചരിക്കുന്ന യാത്രക്കാരെല്ലാം ആ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ ഷീറ്റൊക്കെ വിരിച്ച് എല്ലാവരും ഉറങ്ങുന്ന അനുഭവമാണ്. ഞങ്ങളെയും അച്ഛനും അമ്മയും ഒക്കെ ഷീറ്റ് വിരിച്ചു കിടത്തി ഉറക്കി. ഞങ്ങൾ 5 മക്കൾ എല്ലാവരെയും കിടത്തി ഉറക്കി അവരും ഉറങ്ങി. നല്ല വേഗതയിൽ ആ ബോട്ട് മുന്നോട്ട് പോവുകയാണ്. രാത്രി ഏകദേശം 3:30 മണിയായി കാണും. ആ ബോട്ടിൽ അപ്പോൾ ഉണർന്നിരിക്കുന്നത് 3 പേരാണ്. ആ ബോട്ടിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ആ ബോട്ട് നിയന്ത്രിക്കുന്ന സ്രാങ്ക് അല്ലെങ്കിൽ ഡ്രൈവർ. പിന്നെ ആ ബോട്ടിനകത്ത് ഉള്ളിൽ ഈ ബോട്ട് ഓരോ കടവിലെത്തുമ്പോൾ ആ കടവിലേക്ക് ബോട്ട് ജെട്ടിയിലേക്ക് വലിയ വടം വലിച്ചെറിഞ്ഞ് ആ കുറ്റിയിൽ അടുപ്പിക്കുന്ന 2 ജോലിക്കാർ. 3 പേരാണ് അതിലുള്ളത്. ഏകദേശം രാത്രി 3:30 മണിയായി. വേറെ ആരും ഉണർന്നിരിപ്പില്ല. ഞാൻ കിടന്നിരുന്ന സ്ഥാനത്തു നിന്ന് ഞാൻ എഴുന്നേറ്റു. 6 വയസ്സ് പ്രായം. ഞാൻ എഴുന്നേറ്റ് ആ രാത്രി ആ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണ്. നടന്ന് ഞാൻ എത്തുന്നത് ആ ബോട്ടിന്റെ അരികിലേക്കാണ്. ഇനിയും ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെച്ചാൽ ഞാൻ പോകുന്നത് വേമ്പനാട് കായലിലേക്കാണ്. 6 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ ആ വേമ്പനാട് കായലിലേക്ക് പോയാൽ പിന്നെ തിരികെ കിട്ടുന്ന യാതൊരു അനുഭവവുമില്ല. എന്നാൽ ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ നടക്കുന്നതും ഇനിയും ഒരു കാൽ വെച്ചാൽ ഞാൻ വീഴുന്നതും എൻ്റെ ജീവിതം നഷ്ടമാകുന്നതും എൻ്റെ കർത്താവ് ഉയരങ്ങളിൽ നിന്ന് കണ്ടു. ഞാൻ എഴുന്നേൽക്കുന്നതും നടക്കുന്നതും ആ ബോട്ടിൽ ഉണർന്നിരുന്ന ആ മനുഷ്യൻ ജോലിക്കാരൻ കണ്ടു. ഇനി ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഞാൻ പോകുന്നത് വേമ്പനാട് കായലിലേക്കാണ്. അദ്ദേഹം ഓടി വന്ന് എന്നെ കോരിയെടുത്തു. അദ്ദേഹം ഇതാരുടെ മകനാണെന്ന് അറിയില്ലല്ലോ. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ കിടത്തി ഉറക്കി. രാവിലെ 5 മണിയായപ്പോൾ പയ്യെ ഓരോരുത്തരും ഉണർന്നു വരികയാണ്. അച്ഛനും അമ്മയും ഉണർന്നു. മക്കളെ എണ്ണി നോക്കി. ഒരാളെ കൊണ്ടുവന്നു. വാവിട്ട് നിലവിളിച്ചു. അവരും കരുതി നഷ്ടപ്പെട്ടു പോയി. അവരുടെ നിലവിളി കേട്ട് ആ മനുഷ്യൻ, ആ ബോട്ടിലെ ജോലിക്കാരൻ എന്നെയും കൊണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുക്കൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടുന്നത് വരുന്നു? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയക്കുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുകയുമില്ല, വളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഞാൻ പറയും, എൻ്റെ കർത്താവ് ഉണർന്നിരുന്നത് കൊണ്ട്
ഇസ്രായേലിന്റെ പരിപാലകനെ അവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അവൻ നിന്റെ പരിപാലകൻ. പ്രിയ ദൈവജനമേ, ഞാൻ ഇവിടെ നിർത്തട്ടെ. ജീവിതയാത്രയിൽ നമുക്ക് ദൈവം